നമസ്കാരം. നാട്ടുവർത്തമാനത്തിലേക്ക് സ്വാഗതം. വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് സൂര്യാഘാതമേൽക്കുന്നവരുടെ എണ്ണം ഇരട്ടിയിലധികം വർദ്ധിച്ചു. ഇന്നലെ മാത്രം 36 പേർക്കാണ് സൂര്യാഘാതം ഏറ്റത്. 5 ജില്ലകളിൽ വെള്ളിയാഴ്ച വരെ ജാഗ്രതാ നിർദ്ദേശം നീട്ടി. വരും ദിവസങ്ങളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്തൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നുമുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും? കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അറിയിച്ചിരുന്നു ഇന്നും നാളെയും ഏറ്റവും നിർണായകമാണ് എന്ന്. അതിൽ ആ ഒരു നിർണായകമാണ് എന്നുള്ള മുന്നറിയിപ്പ് അത് സാധൂകരിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതും. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ പേർക്ക് സൂര്യാഘാതമേറ്റിരിക്കുന്നത്. സംസ്ഥാനത്താകെ 36 പേർക്കാണ് ഇന്നലെ മാത്രം സൂര്യാഘാതമേറ്റത്. ഇതിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് സൂര്യാഘാതമേറ്റത്. 6 പേർക്ക് വീതം കൊല്ലം, ആലപ്പുഴ ജില്ലകളിലുള്ള സൂര്യാഘാതമേറ്റ് ചികിത്സ തേടി. കൂടാതെ എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ 4 പേർക്ക് വീതവും സൂര്യാഘാതമേറ്റു. ഇത്തരത്തിൽ മറ്റ് ഒട്ടുമിക്ക ജില്ലകളിലും 1-2 ആൾക്ക് വീതവും സൂര്യാഘാതമേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകിയ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ടെങ്കിലും അത് എത്രത്തോളം പാലിക്കപ്പെടുന്നു എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. അതുകൊണ്ടാണ് ഈ ഓരോ ദിവസവും സൂര്യാഘാതമേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത്. ഇന്നലെയും ഇന്നുമായി 5 ജില്ലകളിൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ സാധാരണ അനുഭവപ്പെടാറുള്ള ഉയർന്ന ചൂടിൽ നിന്നും 4 ഡിഗ്രി സെൽഷ്യസ് അധിക ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ആ ജില്ലകൾ കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ ജില്ലകളാണ്. മറ്റ് 6 ജില്ലകളിൽ സാധാരണ അനുഭവപ്പെടാറുള്ള കൂടിയ താപനിലയിൽ നിന്നും 3 ഡിഗ്രി സെൽഷ്യസ് ഇന്ന് കൂടുതൽ അനുഭവപ്പെടും. തിരുവനന്തപുരം, പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് 3 ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നത്. ഇത്തരത്തിൽ ഓരോ ദിവസം കഴിയുന്തോറും കാലാവസ്ഥയുടെ അളവ് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ വെള്ളിയാഴ്ച വരെ ഈ ഒരു സൂര്യാഘാത മുന്നറിയിപ്പ് അത് ഇതേ രീതിയിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോഴും പറയുന്നത്. ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ജനങ്ങൾ ഏതൊക്കെ വിധത്തിലുള്ള മുൻകരുതലുകളാണ് വേനൽ ചൂടിൽ നിന്ന് അല്ലെങ്കിൽ സൂര്യാഘാതത്തിൽ നിന്ന് രക്ഷ നേടാൻ പ്രയോഗിക്കേണ്ടത്? ഏറ്റവും സുപ്രധാനമായി പറയുന്നത് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സമയങ്ങളിൽ പുറത്തിറങ്ങരുത് എന്നുള്ള ഏറ്റവും നിർണായകമായ നിർദ്ദേശമാണ് നൽകുന്നത്. അതായത് 11 മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ പുറം ജോലികളിൽ ഏർപ്പെടുകയോ സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുകയോ വേണം. അയഞ്ഞ വസ്ത്രവും കോട്ടൺ വസ്ത്രങ്ങളും കൂടുതൽ ധരിക്കണം. ഏത് സമയത്തും കൂടുതൽ വെള്ളം കുടിക്കുകയും എപ്പോൾ വേണമെങ്കിലും നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ എപ്പോഴും ദാഹം തോന്നിയില്ല എങ്കിൽ പോലും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. കാപ്പി, ചായ അടക്കമുള്ള പാനീയങ്ങൾ ഒഴിവാക്കുകയും വേണം. ഇത്തരം നിർദ്ദേശങ്ങളാണ് പ്രധാനമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ദുരന്ത നിവാരണ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ആദ്യം തന്നെ തൊഴിൽ വകുപ്പ് 11 മണി മുതൽ 3 മണി വരെ പുറം ജോലികൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരുന്നു. പക്ഷേ ആ ഉത്തരവ് ഇപ്പോഴും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനകളൊന്നും നടക്കുന്നുമില്ല. എന്നാലും ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോഴും കേരളത്തിൽ വേനൽ ചൂട് കനക്കുന്നു. 4 ജില്ലകളിൽ കൂടി ചൂട് കൂടുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. സൂര്യാഘാതം ഏൽക്കാതിരിക്കാൻ ചില മുൻകരുതലുകൾ എടുക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിവരങ്ങൾ നൽകിയത് ഉമേഷ് ബാലകൃഷ്ണൻ. മറ്റു വാർത്തകളിലേക്ക്. വേനൽ ചൂടിൽ തളർന്ന പാലക്കാട് 41 ഡിഗ്രി താപനില രേഖപ്പെടുത്തിയ കഴിഞ്ഞ ദിവസം ജില്ലയിൽ 6 പേർക്ക് സൂര്യാതപമേറ്റു. 10 ദിവസത്തിനുള്ളിൽ 20ഓളം പേർക്കാണ് സൂര്യാതപം ഏറ്റത്. വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരുമെന്ന മുന്നറിയിപ്പിൽ ജനങ്ങൾ ആശങ്കയിലാണ്. വേനലിൽ വെന്തുരുകയാണ് പാലക്കാട്. ഇതുവരെ 2 തവണ 41 ഡിഗ്രി താപനില രേഖപ്പെടുത്തി. ഇന്നലെ മാത്രം 6 പേർക്ക് സൂര്യാതപം ഏറ്റു. വിദ്യാർത്ഥികളും തൊഴിലാളികളും കർഷകരും യാത്രക്കാരുമെല്ലാം ചൂടിന്റെ കാഠിന്യത്തിൽ ദുരിതമനുഭവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കഞ്ചിക്കോട് സ്കൂളിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന വിദ്യാർത്ഥിയുടെ കൈക്ക് സൂര്യാതപം ഏറ്റിരുന്നു. വേദനയൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഭയങ്കര നീറ്റലായിരിക്കും ഇവിടെയൊക്കെ. ഭയങ്കര എന്തെങ്കിലും കൊണ്ട അപ്പം വേനിക്കുമായിരുന്നു ഇവിടെയൊക്കെ. പകൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്
ജനങ്ങൾ. പുറത്തോട്ട് ഇറങ്ങുന്ന ടൈമിലായിരിക്കും അത് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഏത് നേരത്താണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. സാധാരണ നമുക്ക് ഇത്രയും വേദന സഹിക്കണ്ട, ഇത് ഭയങ്കര വേദന സഹിക്കാൻ പറ്റത്തില്ല. അത്രയും ഒരു പെയിൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയും ഇതുണ്ട്. വരും ദിവസങ്ങളിലും ചൂട് തുടരുമെന്നതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇത് ജില്ലയെ കൂടുതൽ ആശങ്കയിലാക്കുന്നു. ന്യൂസ് 18 പാലക്കാട്. കാടുവിട്ട് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിൻ്റെ ആശങ്കയിലാണ് വയനാടൻ ജനത. വനത്തിനുള്ളിലെ ഭക്ഷ്യക്ഷാമവും വരൾച്ചയുമാണ് കാട്ടുമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ കാരണമാകുന്നത്. വേനൽ കടുത്തതോടെ കാട്ടിനകത്തെ തടാകങ്ങൾ വറ്റിത്തുടങ്ങി. ഇടയ്ക്കിടെ ഉണ്ടാവുന്ന കാട്ടുതീയും ആഹാര സാധനങ്ങളുടെയും ജലത്തിന്റെയും ദൗർബല്യവും കൂടിയായപ്പോഴാണ് വന്യജീവികൾ കാടിന് വെളിയിലേക്ക് വന്നത്. പ്രത്യേകിച്ച് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഈ ഡ്രൈ സീസൺ ആവുകയാണ്. കാടുകളിലൊന്നും വെള്ളമില്ലാതെ വെള്ളം തേടിയിട്ട് എവിടെയും ജനവാസ കേന്ദ്രത്തിലേക്ക് ആനകളാണെങ്കിൽ ഇറങ്ങേണ്ട ഒരവസ്ഥ. പിന്നെ തീറ്റയുടെ കുറവ് കൊണ്ട് ഒരു ഭാഗത്തു കൂടെ ഇപ്പോൾ ആനയാണെങ്കിലും ഇനി പന്നിയാണെങ്കിലും ഇനി കുരങ്ങുകളാണെങ്കിലും ഇവർക്കൊന്നും ആവശ്യമായ ഒരു ഭക്ഷണം കാടുകളിൽ കിട്ടാനില്ല. കഴിഞ്ഞ ദിവസവും ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാന ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു. തിരുനെല്ലി പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 5 കിലോമീറ്ററാണ് ഞങ്ങളുടെ ചുറ്റളവുള്ളത്. അതിൽ ഇപ്പോൾ 4.4 കിലോമീറ്റർ മാങ്കുളം മോഡലുള്ള ഫെൻസിങ് അനുവദിച്ചു എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ 35 കിലോമീറ്ററും മാങ്കുളം മോഡലുള്ള ഒരു ഫെൻസിങ് വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അങ്ങനെ വന്ന് കിട്ടിയാൽ ഞങ്ങളുടെ നാട് നന്നാവുകയും ഞങ്ങളുടെ ഭൂമി വിളയുകയും ചെയ്യും. 2 പേരെ കൊലപ്പെടുത്തിയ വടക്കുന്നാട് കൊമ്പനെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പിടികൂടിയിരുന്നു. ഉരുക്കുവേലി നിർമ്മാണമടക്കം ഒരു പരിഹാര നടപടിയും കൈക്കൊള്ളാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 വയനാട്. കോട്ടയം മൂലയിടത്ത് റെയിൽവേ ട്രാക്കിന് സമീപം പാടത്തുണ്ടായ വൻ തീപിടുത്തം രാത്രി വൈകി അണച്ചു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തം റെയിൽ ഗതാഗതത്തെ ബാധിക്കാത്തത് യാത്രക്കാർക്ക് ആശ്വാസമായി. ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് മൂലയിടം റെയിൽവേ പാതയ്ക്ക് സമീപം പാടത്ത് തീ പടർന്നത്. കോട്ടയത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായി. ഏക്കർ കണക്കിന് പാടം ഒരുമിച്ച് കത്തി. സാധാരണ എല്ലാ വർഷവും ഉണ്ടാകുന്നതാണ്. ഇതിപ്പോൾ ശക്തമായ തീയാണിപ്പോൾ. തീപിടുത്തം റെയിൽ ഗതാഗതത്തെ ബാധിച്ചില്ല. പ്രദേശത്ത് പ്രത്യേക ഗാർഡുകളെ നിർത്തി റെയിൽവേ സുരക്ഷിതമായ ഗതാഗതം ഒരുക്കി. വർഷങ്ങളായി തരിശുകിടന്ന പാടത്താണ് തീപിടുത്തമുണ്ടായത്. ദേശാടന പക്ഷികൾ എത്തുന്ന പ്രദേശമാണിവിടം. പക്ഷികളുടെ ആവാസ വ്യവസ്ഥയെയും തീപിടുത്തം ബാധിച്ചു. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് മടവൂരിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്ന അജ്ഞാതജീവിക്ക് വലവിരിച്ച നാട്ടുകാർ. കൂട് തകർത്താണ് വളർത്തുമൃഗങ്ങളെ അജ്ഞാതജീവി ആക്രമിക്കുന്നത്. മടവൂർ വള്ളോപ്രചാലിൽ മുഹമ്മദിന്റെ വീട്ടിലെ കൂട് തകർത്താണ് ആടിനെ ആക്രമിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ ധനസഹായത്തോടെ 10 ദിവസം മുമ്പ് വാങ്ങിയ ആട് കഴുത്തിൽ ഗുരുതരമായ മുറിവേറ്റ് ചികിത്സയിലാണ്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ടുണർന്ന വീട്ടുകാർ ആടിനെ ഒരു ജീവി പറമ്പിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ഓടിക്കൂടിയ നാട്ടുകാർ ജീവിയെ കല്ലെറിഞ്ഞോടിച്ചാണ് ആടിനെ രക്ഷിച്ചത്. ആടിന്റെ നിലവിളി കേട്ട് വന്നപ്പോൾ കടിച്ചു വലിച്ചു കൊണ്ടുപോണ്. എറിഞ്ഞപ്പോൾ ഒലിട്ടച്ച് പോയി. പിന്നെ അവിടെ ചത്തോണം കിടന്ന് ഞങ്ങൾ എടുത്ത് കൊണ്ടുവന്ന് ആത്തോണ്ട കടത്തി. അക്കടുത്തത് തന്നെ അപ്പോൾ അദ്ദേഹത്തിൽ ഇപ്പോൾ ഒന്നും കുടിക്കുകയൊന്നും ചെയ്യാണ്ട് ജീവി നായള്ളനും കുറുനരിന്നൊക്കെ അവർ പറയുന്നത്. ശരിക്കും പുള്ളിയൊന്നും ഇങ്ങോട്ട് കണ്ടിട്ടില്ല. കാണാൻ ഈ വെളിച്ചക്കുറവുണ്ട്, എമർജൻസി ആയതുകൊണ്ട്. കരിമ്പാക്കണ്ടിയിൽ അബൂബക്കറിന്റെ വീട്ടിലെ 3 മുയലുകളെ കടിച്ചുകൊന്നു. ഇരുമ്പ് ഗ്രില്ലിട്ടുറപ്പിച്ച കൂട് മറിച്ചിട്ടാണ് മുയലുകളെ പിടിച്ചത്. ബഹളം കേട്ട വീട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ജീവി രക്ഷപ്പെട്ടിരുന്നു. ഒരു 12:30 മണിയായപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേട്ട് ലൈറ്റിട്ട് നോക്കുമ്പോൾ കൂട് മറിച്ച് തള്ളിയിട്ട് പിന്നെ സാധനം ഓടുന്നത് നമ്മൾ കാണുന്നത്. അപ്പം ഇനി ഞങ്ങൾ അതിനല്ല നോക്കി, ഞങ്ങൾ മുയലിൽ പുറത്തിടണ്ടോ നോക്കുമ്പോൾ 2 എണ്ണം കൂടിൻ്റെ അടുത്ത് തന്നെ 2 സ്ഥലത്തായിട്ട് ചത്തി കിടക്കുന്നത്. പിന്നെ ഒന്ന് താഴെ പറമ്പിൽ ആണ് പിന്നെ കാണുന്നത്. ആ സൗണ്ട് കേട്ട് പിന്നെ കുറച്ച് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞൊക്കെ ഞാൻ കിടന്നില്ല. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഭയങ്കര ആടിൻ്റെ കരച്ചിൽ കേട്ടപ്പം ആ വീട്ടിലേക്ക് അവിടെ ഓടിപ്പോയപ്പോൾ അവിടെ നിന്ന് കൂടൊക്കെ പൊളിച്ച് ആട് ഇതിനെ വലിച്ച് പുറത്ത് കൊണ്ടിട്ട് 2 നായ്ക്കൾ പുറത്തുണ്ട്. അതിൻ്റെ കൂടെയുള്ള സാധനം എന്താണെന്നുള്ളത് സാധനത്തിന് മനസ്സിലായില്ല. നിരവധി വീടുകളിലെ കോഴിക്കൂടുകൾ തകർത്ത കോഴികളെ കൊന്നു തിന്നു. അജ്ഞാത ജീവിയെ പിടികൂടാൻ അധികൃതരുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 മടവൂർ. പെരുമ്പാവൂർ ബദേൽ സുലോഖോ പള്ളിയിൽ ഓർത്തഡോക്സ് യാക്കോബായ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം തീർപ്പായില്ല. കളക്ടറുടെ നേതൃത്വത്തിൽ ഇരു വിഭാഗവുമായും ചർച്ച നടത്തിയെങ്കിലും തീരുമാനത്തിൽ എത്താനായില്ല. പള്ളിക്കകത്ത് യാക്കോബായ വിഭാഗം പ്രവേശിച്ച് പ്രാർത്ഥന നടത്തുന്നുണ്ട്. പള്ളിയുടെ പൂമുഖത്ത് ഓർത്തഡോക്സ് വിഭാഗവും തമ്പടിച്ചിരിക്കുകയാണ്.
ഗേറ്റിന് വെളിയിൽ ഇരുവിഭാഗവും മണിക്കൂറുകളായി കുത്തിയിരിക്കുകയാണ്. വൻ പോലീസ് സന്നാഹം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച രാത്രി സംഭവസ്ഥലത്തെത്തിയ ജില്ലാ പോലീസ് മേധാവി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇടുക്കിയിൽ ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച കൃഷിവകുപ്പിന്റെ കെട്ടിടം നശിക്കുന്നു. നവീകരണം നടത്തിയെങ്കിലും കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 34 വർഷം മുമ്പാണ് മുല്ലക്കാനത്തെ കൃഷി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണെന്ന് കാട്ടി 10 വർഷം മുമ്പ് പഞ്ചായത്തിന് സമീപത്തേക്ക് ഓഫീസ് മാറ്റി. ഇതോടെ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള വലിയ കെട്ടിടം ആളൊഴിഞ്ഞ് അനാഥമായി. നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്ന് 2 വർഷം മുമ്പ് കെട്ടിടം വീണ്ടും നവീകരിച്ചു. എന്നാൽ തുറന്ന് പ്രവർത്തിപ്പിച്ചില്ല. ഇതോടെ കെട്ടിടം വീണ്ടും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വർഷാവർഷം രായക്കാട് ഗ്രാമപഞ്ചായത്ത് ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്കും ആളുകൾക്കും യാതൊരു പ്രയോജനമില്ല. ലക്ഷങ്ങൾ മുടക്കി സർക്കാർ നവീകരിച്ച കെട്ടിടം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം ഉപയോഗിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 ഇടുക്കി. വരയാടുകളുടെ പ്രജനനകാലം അവസാനിച്ചതോടെ ഇടുക്കി രാജമല സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. ഇത്തവണ 72 വരയാടിൻ കുട്ടികളാണ് പിറന്നതെന്നാണ് പ്രാഥമിക കണക്ക്. എന്നാൽ കൃത്യമായ കണക്കെടുപ്പ് കഴിയുമ്പോൾ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകാമെന്ന് മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ആർ ലക്ഷ്മി പറഞ്ഞു. ഫെബ്രുവരി ആദ്യവാരത്തോടെയാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൽ സന്ദർശകർക്ക് വിലക്കേർപ്പെടുത്തിയത്. വരയാടുകളുടെ പ്രജനനകാലം മുൻനിർത്തിയായിരുന്നു നിരോധനം. മാർച്ച് 20-ന് പാർക്ക് തുറക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പ്രജനനം നീണ്ടതോടെ പാർക്ക് തുറക്കുന്നത് വീണ്ടും നീട്ടുകയായിരുന്നു. ഈ വർഷം നമ്മൾ ഡയറക്റ്റ് സൈറ്റിങ്ങിൽ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുള്ളത്, നീലഗിരിത്താറിൻ്റെ കുഞ്ഞുങ്ങളെ സൈറ്റ് ചെയ്തത് 72 എണ്ണമാണ്. ചിലപ്പോൾ അത് കൂടാൻ സാധ്യതയുണ്ട്, നേരിട്ട് കാണാത്തതുണ്ട്. നമുക്ക് വലിയ ആടുകൾ 700 മുതൽ 750 വരെ ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. രാജമലയ്ക്ക് പുറമെ മീശപ്പുലിമല, മൂന്നാർ ടെറിട്ടോറിയൽ, മറയൂർ, മാങ്കുളം, കൊളുക്കുമല എന്നിവിടങ്ങളിലും വരയാടുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. ഇവിടങ്ങളിലെ 31 ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന സർവേ പൂർത്തിയാകുന്നതോടെ മാത്രമേ വരയാട്ടിൻകുട്ടികളുടെ എണ്ണം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയൂ. ന്യൂസ് 18 മൂന്നാർ. പുനലൂർ KSRTC ഡിപ്പോയ്ക്ക് സമീപത്ത് നിന്ന് കച്ചേരി റോഡിലേക്ക് ഫുട് ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമാകുന്നു. സ്വകാര്യ മുതൽ മുടക്കിലാണ് പാല നിർമ്മാണം നടക്കുക. തിരുവനന്തപുരം സൺ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് നിർമ്മാണാനുമതി ലഭിച്ചത്. 2 മീറ്റർ വീതി ഉണ്ടാകും. ഉയരം ദേശീയപാത നിലവാരത്തിൽ ക്രമപ്പെടുത്തും. മേൽക്കൂരയും ലൈറ്റുകളും നിരീക്ഷണ ക്യാമറകളും ഘടിപ്പിച്ച മേൽക്കൂരയോടെയാകും ഓവർബ്രിഡ്ജ്. 1 കോടിയോളം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. മലയോര ഹൈവേ വരുമ്പോൾ KSRTC ഡിപ്പോയ്ക്ക് മുകളിലെ ചെറിയ ലിങ്ക് റോഡ് ഇല്ലാതാകും. ഇതുകൂടി കണക്കിലെടുത്താവും പാലത്തിന്റെ നിർമ്മാണം. താലൂക്ക് ആശുപത്രിയും നഗരസഭാ കാര്യാലയവും മിനി സിവിൽ സ്റ്റേഷനും താലൂക്ക് ഓഫീസ് അടക്കം വിവിധ സർക്കാർ ഓഫീസുകളും കോടതികളും സ്ഥിതി ചെയ്യുന്നത് കച്ചേരി റോഡിന് സമീപത്താണ്. ഇവിടേക്ക് വരുന്ന ജനങ്ങൾക്ക് പുതിയ സംരംഭം ഏറെ അനുഗ്രഹമാകും. ന്യൂസ് 18 പുനലൂർ. വിശ്വാസ നിറവിൽ കണ്ണൂർ ചെറുപുഴ കൊട്ടത്തലച്ചി കുരിശുമലയിലേക്ക് വിശ്വാസികളുടെ തീർത്ഥാടനം. കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിലാണ് നോമ്പുകാല യുവജന തീർത്ഥാടനം സംഘടിപ്പിച്ചത്. പുളിങ്ങോം, ചൂരപ്പടവ്, ആനക്കുഴിയിൽ നിന്ന് തുടങ്ങിയ കുരിശിന്റെ വഴി ശുശ്രൂഷയിൽ കേരളത്തിലെ വിവിധ രൂപതകളിൽ നിന്ന് യുവജനങ്ങളും വൈദികരും സന്യസ്തരും ഉൾപ്പെടെ 500ഓളം പേരാണ് പങ്കെടുത്തത്. തലശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പാംബ്ലാനി പരിഹാര പ്രദക്ഷിണത്തിന് നേതൃത്വം നൽകി. യേശുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ഭാരമുള്ള കുരിശും ചുമന്നാണ് യുവജനങ്ങൾ കുരിശിന്റെ വഴി ശുശ്രൂഷയിൽ പങ്കെടുത്തത്. മലമുകളിലെ കുരിശടിയിൽ സഹായമെത്രാൻ സമാപന പ്രാർത്ഥന നയിച്ച് നോമ്പുകാല സന്ദേശം നൽകി. ഒരു യുവാവ് 2000 വർഷങ്ങൾക്ക് മുൻപ് കുരിശുമായി കാൽവരി കയറിയപ്പോഴാണ് ഈ ലോകത്തിന്റെ രക്ഷ യഥാർത്ഥത്തിൽ സാധ്യമായത് എന്ന് നാം തിരിച്ചറിയുന്നു. അതുകൊണ്ട് കുരിശിന്റെ വഴി ഏറ്റവും അർത്ഥപൂർണമായി ആചരിക്കുവാൻ അർഹതയുള്ളത് ഈ ലോകത്തെ യുവജനങ്ങൾക്കാണ് എന്നുള്ളത് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചറിയാം. തുടർന്ന് നേർച്ച ഭക്ഷണ വിതരണവും നടന്നു. KCYM സംസ്ഥാന ഡയറക്ടർ ഫാദർ സ്റ്റീഫൻ ചാലക്കര, തലശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ സോണി വടശ്ശേരി എന്നിവർ തീർത്ഥാടനത്തിന് നേതൃത്വം നൽകി. സമുദ്രനിരപ്പിൽ നിന്ന് 2800-ലേറെ അടി ഉയരത്തിലുള്ള കുരിശുമലയിലേക്ക് ഈസ്റ്റർ നോമ്പുകാലത്ത് നടക്കുന്ന തീർത്ഥാടനത്തിന് ചൂരപ്പടവ് ഹോളി ക്രോസ് ദേവാലയമാണ് ആതിഥ്യമേകുന്നത്. ന്യൂസ് 18 കാസർഗോഡ്. ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രണവ പത്മ പുരസ്കാരം നടൻ മോഹൻലാലിന് സമ്മാനിച്ചു. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി ജാലാനാഥ് ഖനാലാണ് പുരസ്കാരം സമ്മാനിച്ചത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷിയായി. പത്മഭൂഷൺ ഡോക്ടർ ഭരത് മോഹൻലാൽ.
നൂറുകണക്കിന് ആരാധകരുടെ ജൈവിളികളുടെ അകമ്പടിയോടെയാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ വേദിയിലേക്കെത്തിയത്. നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പ്രഥമ പ്രണവപത്മം പുരസ്കാരം നേപ്പാൾ മുൻ പ്രധാനമന്ത്രി ജാലാനാഥ് ഖനാൽ മോഹൻലാലിന് സമർപ്പിച്ചു. ഒരു അഭിനേതാവ് എന്ന നിലയിൽ എന്ന നിയാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഗുരു എനിക്കില്ല. ഞാൻ ഏതെങ്കിലും കളരിയിൽ ഏതെങ്കിലും ആചാര്യൻ്റെ കീഴിൽ അഭിനയം പഠിച്ച ആളല്ല. കഴിഞ്ഞ 40 വർഷമായി ഞാൻ അഭിനയിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റൊരു തൊഴിലും എനിക്കിപ്പോഴും അറിയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്ന് മോഹൻലാലിന്റെ ചിത്രങ്ങളിലെ പാട്ടുകളുമായി കലാകാരന്മാർ. ഇതിനിടെ നേപ്പാളി ഭാഷയിലെ പാട്ടുമായി നേപ്പാൾ മുൻ പ്രധാനമന്ത്രി ജാലാനാഥ് ഖനാലും സദസ്സിനെ ആവേശത്തിലാക്കി. അഭിനയ പ്രതിഭ മോഹൻലാലിന് അപ്രതീക്ഷിത സമ്മാനവും ജാലാനാഥ് ഖനാൽ നൽകി. To Mohanlal from the former Prime Minister of Nepal and his team. തിരുവനന്തപുരം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും മന്ത്രിമാരുമടക്കം നിരവധി പ്രമുഖരാണ് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിന് സാക്ഷിയാകാനെത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട് വൈത്തിരിയിലുണ്ടായ വാഹനാപകടത്തിൽ തിരൂർ സ്വദേശികളായ 3 പേർ മരിച്ചു. ടിപ്പർ ലോറിയും കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി സനോജ് ചേരുന്നു. സനോജ്, എപ്പോഴായിരുന്നു അപകടം? മരിച്ചവരുടെ പേര് വിവരങ്ങൾ, മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മരിച്ചവരുടെ പേര് വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇന്ന് രാവിലെ 8:30 അപകടമുണ്ടായത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദേശീയപാതയിൽ തലപ്പുഴയ്ക്കും പഴയ വൈത്തിരിക്കും ഇടയിലായിരുന്നു അപകടം. തിരൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറും വയനാട്ടിലേക്ക് പോവുകയായിരുന്ന ടിപ്പറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 പേർ മരണമടയുകയായിരുന്നു. ഒരാളെ ഗുരുതരമായ പരിക്കുകളോടെ ഇവരുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ കൂടുതൽ വിവരങ്ങളെ സംബന്ധിച്ച് ലഭ്യമായിട്ടില്ല. ഇതിനിടയിൽ കട്ടപ്പനയിലുണ്ടായ മറ്റൊരു വാഹനാപകടത്തിൽ 2 പേർ മരണമടഞ്ഞിട്ടുണ്ട്. ഈ 2 അപകടങ്ങളും ഇന്ന് രാവിലെ കൂടിയാണ് സംഭവിച്ചത്. ജോയി, സംസ്ഥാനത്ത് 2 വാഹനാപകടങ്ങളിലായി 5 പേർ മരിച്ചു. വയനാടും കട്ടപ്പനയിലുമാണ് അപകടം സംഭവിച്ചത്. വിവരങ്ങൾ നൽകിയത് സനോജ്. മറ്റു വാർത്തകളിലേക്ക്. കട്ടപ്പന വെള്ളിയാംകുടിയിൽ വാഹനാപകടത്തിലാണ് 2 പേർ മരിച്ചത്. ബസ്സും ഓട്ടോയും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ഓട്ടോയിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. സൊസൈറ്റി സ്വദേശികളായ രാജൻ, ഏലമ്മ എന്നിവരാണ് മരിച്ചത്. നാട്ടുവർത്തമാനം തുടരുന്നു. ആദ്യം ട്രെയിൻ സമയം. മധുര പുനലൂർ പാസഞ്ചർ 31 മിനിറ്റ് വൈകിയോടി. തൃശൂർ കണ്ണൂർ പാസഞ്ചർ 20 മിനിറ്റ് വൈകും. ഇനി ഇന്നത്തെ ഗതാഗത നിയന്ത്രണം. കാസർഗോഡ് പരപ്പ ബ്ലോക്കിലെ 7-ാം മൈൽ എണ്ണപ്പാറ മക്കാടം റോഡിന്റെയും 3-ാം മൈൽ പറക്കളായി മക്കാടം റോഡിന്റെയും ടാറിംഗ് നടക്കുന്നതിനാൽ മാർച്ച് 28 മുതൽ ഈ റോഡിൽ ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു. 7-ാം മൈൽ എണ്ണപ്പാറ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്ക് പഴയ 7-ാം മൈൽ പോർക്കുളം കരിയം വഴി മുക്കുഴിക്ക് എത്താനാകും. എണ്ണപ്പാറയിൽ നിന്ന് പറക്കളായി ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എണ്ണപ്പാറ കല്ലുവളപ്പ് അയ്യങ്കാവ് വഴി പറക്കളായിക്ക് പോകണം. തലശ്ശേരി ടെമ്പിൾ ഗേറ്റ് കണ്ണിച്ചിറ റോഡിൽ ഏപ്രിൽ 25 വരെ ഗതാഗതം നിരോധിച്ചു. കലുങ്ക് നിർമ്മാണം നടക്കുന്നതിനെ തുടർന്നാണ് നിയന്ത്രണം. മാടപ്പീടിക ഭാഗത്ത് നിന്ന് തലശ്ശേരിയിലേക്കും തലശ്ശേരിയിൽ നിന്ന് മാടപ്പീടിക ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങൾ ടെമ്പിൾ ഗേറ്റ് സൈതനർ പള്ളി മട്ടാമ്പ്രം പള്ളി റോഡ് വഴി കടന്നുപോകും. മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ ഏപ്രിൽ 25 വരെ ഗതാഗതം നിരോധിച്ചു. വാഹനങ്ങൾ മട്ടന്നൂർ കടോളിപ്പുറം കൊളപ്പ റോഡ് വഴി പോകണം. നാട്ടുവർത്തമാനത്തിൽ ഇനി കാർഷിക കേരളം. കാസർഗോഡ് കോട്ടച്ചേരി വയനാട്ട് കുലവൻ ദേവസ്ഥാന പരിസരത്ത് ഇനി രാമച്ചത്തിന്റെ കുളിരും അറിയാം. തെയ്യങ്കെട്ട് ഉത്സവത്തിന്റെ ഭാഗമായാണ് ക്ഷേത്ര പരിസരത്ത് രാമച്ചം കൃഷി ചെയ്യുന്നത്. വെള്ളച്ചാൽ വയലിലെ 22 ഏക്കർ പാടത്തെ വരമ്പുകളിലായിരുന്നു കൃഷി. തരിശായി കിടന്ന പാടത്ത് നാട്ടുകൂട്ടായ്മയിൽ നെൽകൃഷി ഇറക്കിയപ്പോൾ അതിന് സംരക്ഷണമേകാനാണ് രാമച്ചം നട്ടത്.
പാടത്തിനു ചുറ്റും രാമച്ചം പടർന്നു പന്തലിച്ചു. CPCRIയുടെ സഹകരണത്തോടെയാണ് കൃഷി. പ്രാണികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി രാമച്ചം CPCRI സൗജന്യമായിട്ടാണ് തന്ന ഈ 22 ഏക്കറിന് വെക്കേണ്ട സൗജന്യമായിട്ട് അവർ തന്നിട്ടുള്ളത്. രാമച്ചം വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഭാഗമായി ക്യാൻസർ രോഗ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. ക്യാൻസർ രോഗ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ രാമച്ചം വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ മുജാഹിദ് കോളനിയിൽ എന്റെ നാട് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജലവിതരണം തുടങ്ങി. സർക്കാർ സംവിധാനങ്ങൾ അവഗണിച്ച 50ഓളം കുടുംബങ്ങളുടെ ദുരിതത്തിനാണ് ഇതോടെ പരിഹാരമായത്. 8 വർഷം മുൻപാണ് എറണാകുളത്തെ വിവിധ ഭാഗത്തു നിന്നുള്ള പട്ടയമില്ലാത്തവരും വീടില്ലാത്തവരുമായ 45 കുടുംബങ്ങൾക്ക് മുജാഹിദ് സംഘടന വീട് വെച്ച് നൽകിയത്. കോട്ടപ്പടി പഞ്ചായത്തിലെ 3-ാം തോട് പ്രദേശത്ത് 2 കിണറുകൾ കുഴിച്ച് വീടുകൾക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കിയിരുന്നു. കിണറുകൾ വറ്റാൻ തുടങ്ങിയതോടെ കോളനി നിവാസികൾ കുടിവെള്ളത്തിനായി അധികൃതരെ സമീപിച്ചു. പഞ്ചായത്ത് സ്ഥാപിച്ച ടാപ്പിലും വെള്ളം കിട്ടാതായതോടെയാണ് കുറെ കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്ക് മറ്റും താമസം മാറിയത്. നിരവധി പരാതികൾ നൽകിയിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇവിടെ താമസിച്ചിരുന്ന 45 കുടുംബങ്ങളാണ്. അതിൽ 25 പേരിപ്പോൾ ഉള്ളൂ. ബാക്കി എല്ലാവരും വെള്ളമില്ലാത്തവരെ എല്ലാവരും പോയി. ഒരു നിവൃത്തിയിലാണ് ഞങ്ങൾ ഇവിടെ കിടക്കണേന്ന്. ആരും തിരിഞ്ഞു നോക്കല്ല എന്നിട്ട് പോലും. ഈ ദുരിതം കാണാൻ ഒരു രാഷ്ട്രീയക്കാരും വരുന്നില്ല, ഇവിടെ കാണാറുമില്ല. ഇവിടെ ഉള്ളതെല്ലാം രോഗികളാണ്. മറ്റുള്ള സ്ഥലത്ത് നിന്ന് പലായനം ചെയ്യുന്ന വന്ന ആൾക്കാർ ഒരു ഗതിയില്ലാതെ കടങ്ങളും എല്ലാം ഏറ്റി ബുദ്ധിമുട്ടായി ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ എല്ലാവരും. കോളനിയിലെ ദുരിതം അറിഞ്ഞാണ് എന്റെ നാട് കൂട്ടായ്മ സഹായവുമായി എത്തിയത്. എല്ലാ ദിവസവും കുടിവെള്ളം എത്തിക്കുമെന്ന് എന്റെ നാട് പ്രവർത്തകർ പറഞ്ഞു. തീർച്ചയായും എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ ജലസമൃദ്ധി പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഇവർക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നത്. കടുത്ത വേനലിൽ കോതമംഗലം മേഖലയിൽ ധാരാളം പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അവർക്കൊക്കെ സഹായമായി എൻ്റെ നാടിൻ്റെ ജലസമൃദ്ധി പദ്ധതി ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താലൂക്കിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും കുടിവെള്ള വിതരണം വ്യാപിപ്പിക്കാനാണ് എന്റെ നാട് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 കോതമംഗലം. പ്രളയത്തിൽ തകർന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പുനർനിർമ്മാണം പരിശോധിക്കാൻ മെട്രോമാൻ ഇ ശ്രീധരൻ ഇടുക്കി വാഴക്കാട് എത്തി. 10 കോടി ചെലവിൽ ഹൈടെക് സൗകര്യങ്ങളോടെയാണ് ആശുപത്രിയുടെ പുനർനിർമ്മാണം നടക്കുന്നത്. 3 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനാണ് ഇ ശ്രീധരൻ എത്തിയത്. നിർമ്മാണ ചുമതലയുള്ള എഞ്ചിനീയർമാരുമായി അദ്ദേഹം ചർച്ച നടത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രമായി വാഴക്കാട് PHCയെ മാറ്റുകയാണ് ലക്ഷ്യം. ഫെബ്രുവരി 18-നാണ് കെട്ടിടത്തിന് തറക്കല്ലിട്ടത്. VPS ഹെൽത്ത് കെയർ ചെയർമാൻ ഡോക്ടർ ഷംസീർ വയലിലാണ് പ്രളയ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സൗജന്യമായി ആശുപത്രി ഒരുക്കുന്നത്. ന്യൂസ് 18 വാഴക്കാട്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.